ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല കോണായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്ക് എന്നൊക്കെ പറയാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. അപ്പം നമ്മൾ റെസിപ്പിയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മസാല കോൺ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 കോൺ എടുത്തിട്ടുണ്ട്. വലുത്, ഒരു ചെറുനാരങ്ങ, ബട്ടർ, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പാല്, 1 കപ്പ് പാലുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിന് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോണൊന്ന് പകുതി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് പകുതി മുറിക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് നാട്ടിലെ പോലെ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഗ്യാസിന് മുകളിൽ തന്നെയാണ് അതൊന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചൂടാൻ സൗകര്യത്തിനാണ് മുറിച്ചെടുക്കുന്നത്. എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. പാലൊഴിച്ചതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ കോൺ പാലിൽ പുഴുങ്ങിയെടുക്കുന്ന കാരണം നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. വെറുതെ കഴിക്കാനായിട്ടാണ്, ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാം, എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ്. എത്രയും പോകുന്നൊരു പീസാണ്, അത്ര വലിയ കഷ്ണം എന്നല്ല. മെൽറ്റ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും അത്. അപ്പോൾ അത്രയും ബട്ടർ നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി കുക്കർ ഒരു 4 വിസിൽ വരെ വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ കോണ് നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ പാലിൻ്റെ വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങളിങ്ങനെ പിരിഞ്ഞ് കാണുമ്പോൾ അയ്യോ ഇതെന്താ എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട, അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, പാലായ കാരണമാണത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പൊക്കെ ഉള്ളിടത്ത് കനലിൽ നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞ് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ പുറത്ത് പോവുകയാണെങ്കിൽ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ടൈമിൽ പുറത്ത് പോവില്ല, അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൽ കൂടെ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് വിറകടുപ്പും ഇല്ല, ഗ്രില്ല് ചെയ്യാൻ പുറത്തും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ തൽക്കാലം ഗ്യാസ് അടുപ്പം വെച്ച് തന്നെ അതൊന്ന് ചുട്ടെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കാം, അതായത് ബട്ടറും കുരുമുളകും ചെറുനാരങ്ങയൊക്കെ. അതിനായിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഏതാണ്ട് ഒരു 100 ഗ്രാമോളം ബട്ടർ ഉണ്ട്, അത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു അബദ്ധം പറ്റി, ബട്ടർ ഉരുക്കിയതിന് ശേഷമുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അബദ്ധമല്ലേ, ഏത് പോലീസുകാരന് പറ്റുമല്ലോ. അപ്പം നമുക്ക് ബട്ടർ ഉരുക്കി വന്നാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ കോണിൻ്റെ മുകളിൽ അത് നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഇതുപോലെ ചുട്ടെടുക്കുക, ഗ്യാസിന് മുകളിൽ വെച്ച് ചൂടാക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫൈനൽ ടച്ചപ്പ്. അതിൽ നമുക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല കോൺ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാവരും കോൺ ഉണ്ടാക്കുന്ന ടൈമിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
ബൈ ബൈ.